ഹായ് ഹലോ വെൽക്കം ടു എ വെരി ന്യൂ വീഡിയോ ഓഫ് ബയോ ഓഷ്യൻ. ആൻഡ് ഇത് നമ്മളുടെ 60 ഡേയ്സ് ചാലഞ്ചിൻ്റെ 15th വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് 15 ദിവസമായി, വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്നു, അതിൽ സന്തോഷം. ആൻഡ് ഇന്ന് നമ്മൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്ന പോലെ സെൽ ബയോളജിയിൽ ഒരു ടോപ്പിക് ആയിരിക്കും പഠിക്കുന്നുണ്ടായിരിക്കുക. സെൽ ബയോളജിയിൽ നമ്മൾക്ക് എല്ലാ സെൽ ഓർഗനൽസിനെ പറ്റിയിട്ടും ഇൻ ഡീറ്റെയിൽ പഠിക്കാനുണ്ട്, എല്ലാത്തിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ അതിലൊരെണ്ണം, ദാറ്റ് ഈസ് സെൽ ഓർഗനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, നമ്മൾ ന്യൂക്ലിയസിനെ പറ്റിയിട്ട് പഠിക്കും. ബാക്കി ലൈക്ക് സെൽ ഓർഗനൽസും മറ്റു കാര്യങ്ങളൊക്കെ വഴിയേ വരും. ഓക്കെ, അപ്പോൾ ഇന്ന് ന്യൂക്ലിയസും അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസുമാണ് പഠിക്കുന്നുണ്ടായിരിക്കുക. ന്യൂക്ലിയസ്, സ്ട്രക്ചർ, ദെൻ ഫങ്ഷൻ ആൻഡ് ന്യൂക്ലിയർ എൻവലപ്പ്, ദെൻ ന്യൂക്ലിയർ പോർ കോംപ്ലക്സ്. ഞാനിതിൻ്റെ സ്ട്രക്ചർ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഓരോ പാർട്ടിൻ്റെയും ഫങ്ഷൻ എന്താണെന്നുള്ളത് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് ലൈക്ക് എ കോമൺ തിങ്, അല്ലാതെ എക്സ്ട്രാ ഇങ്ങനൊരു ഫങ്ഷൻ ആയിട്ട് എടുത്ത് ഞാൻ പറയുന്നില്ല. എല്ലാം പറയുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടെ അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ള രീതിയിലാണ് പോകുന്നത് കേട്ടോ. നിങ്ങൾക്ക് അറിയാം, ഈ ന്യൂക്ലിയസിനെ നമ്മൾ പൊതുവേ ബ്രെയിൻ ഓഫ് ദ സെൽ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുക. നമ്മളുടെ ബോഡീനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഓർഗനാണ് ഈ ബ്രെയിൻ എന്ന് പറയുന്നത്. ബ്രെയിൻ ഇല്ലാതെ നമ്മൾക്ക് സർവൈവൽ ഒന്നും പോസിബിൾ അല്ല. നമ്മളിപ്പോൾ കൈ അനക്കണം, ഞാനിപ്പോൾ ഇങ്ങനെ സംസാരിക്കണം, നിങ്ങളിപ്പോൾ കേൾക്കണം, നിങ്ങൾക്കിത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഇതെല്ലാത്തിനെയും കൺട്രോൾ ഇരിക്കുന്നത് ബ്രെയിനകത്താണ്. സോ കൺട്രോളിങ് ഈസ് അണ്ടർ അവർ ബ്രെയിൻ. എൻ്റയർ ബോഡി ആ ഒരു ബ്രെയിനിൻ്റെ കൺട്രോളിലാണെന്ന് പറയാം. സിമിലർലി നമ്മളുടെ സെല്ലിനകത്തുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ, ആരൊക്കെ വരുന്നു, ആരൊക്കെ പോകുന്നു, ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു, ഇങ്ങനെ കംപ്ലീറ്റ് കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നുണ്ടായിരിക്കും ഇറ്റ് ഈസ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിൻ്റെ കയ്യിലാണ് ഫുൾ കൺട്രോൾ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ന്യൂക്ലിയസിനെ ബ്രെയിൻ ഓഫ് ദ സെൽ എന്ന് പറഞ്ഞിട്ട് വിളിക്കലുണ്ട്, ബ്രെയിൻ ഓഫ് ദ സെൽ. അപ്പം ക്വസ്റ്റനിൽ എപ്പോഴെങ്കിലും ബ്രെയിൻ ഓഫ് ദ സെല്ലിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ന്യൂക്ലിയസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് മെയിൻ ടോപ്പിക്സിലോട്ട് വരാവേ. ന്യൂക്ലിയസിനെ പറ്റിയിട്ട് ആദ്യം ഒരു ചെറിയ ഐഡിയ. ഇറ്റ്സ് ഒരു മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലാണ്. മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലും ഉണ്ട്, നോൺ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനലും ഉണ്ട്. ഇവിടെ ഇത് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്മോഡിറ്റിനെ സറൗണ്ട് ചെയ്തിട്ട് മെംബ്രെയിൻ കാണാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ എന്ന് വിളിക്കുക. മെംബ്രെയിൻ ഉണ്ടെങ്കിൽ, ചുറ്റും മെംബ്രെയിൻ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ. അതർവൈസ് വി കോൾ ഇറ്റ് ആസ് എ നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ. ആൻഡ് ഈ ഒരു ന്യൂക്ലിയസിനകത്താണ് നമ്മൾക്ക് ജനറ്റിക് മെറ്റീരിയൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കുക. മനുഷ്യരുടെ ഒക്കെ ജനറ്റിക് മെറ്റീരിയൽ DNA, അതുകൊണ്ട് ഞാനവിടെ DNA മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇപ്പോൾ മറ്റെന്തെങ്കിലും ഒരു ഓർഗാനിസം ആണ് അതിനൊരു ന്യൂക്ലിയസ് ഉണ്ടെങ്കിൽ സംടൈംസ് RNA പോലെ വളരെ റെയറായിട്ട് ജനറ്റിക് മെറ്റീരിയൽ കാണാറുണ്ട് എന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കണം കേട്ടോ. ആൻഡ് ഇറ്റ് ഈസ് എ കമാൻഡ് സെൻറ്റർ ഓഫ് ദി സെൽ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ കമാൻഡുകളും സെല്ലിന് കൊടുക്കുന്നത് ഇറ്റ് ഈസ് ന്യൂക്ലിയസ്. സെല്ല് വർക്ക് ചെയ്യുന്നത് ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ കമാൻഡ് ഓഫ് ദ ന്യൂക്ലിയസ്. അതുകൊണ്ടാണ് നമ്മളതിനെ ബ്രെയിൻ എന്ന് വിളിക്കുന്നത് തന്നെ. സെല്ല് എന്ത് ചെയ്യണം, ആർക്ക് എൻട്രി കൊടുക്കണം, ആരെ എക്സിറ്റ് ചെയ്യണം, എന്ത് പ്രോസസ്സാണ് ചെയ്യേണ്ടത്, എന്താണ് ഇപ്പോൾ കറൻ്റ്ലി ചെയ്യേണ്ട ഫംഗ്ഷൻ, എല്ലാം ഈസ് ഗിവൺ ബൈ ന്യൂക്ലിയസ്. അതുകൊണ്ടാണ് കമാൻഡ് സെൻറ്റർ എന്ന് വിളിക്കുക. മോസ്റ്റ്ലി സ്പെറിക്കൽ ഷേപ്പാണ് ന്യൂക്ലിയസിനുള്ളത്. ആൻഡ് നമ്മൾ ഈ മൈക്രോസ്കോപ്പിക്കലി വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെസിമെനകത്ത്, ന്യൂക്ലിയസിലൊരു സ്പെസിമെനകത്ത് നമ്മൾ സ്റ്റെയിനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പൊതുവേ ഒരു ഡാർക്ക് സ്റ്റെയിൻഡ് ആയിട്ടാണ് നമ്മൾക്ക് ന്യൂക്ലിയസ് കിട്ടുക. അപ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഡാർക്ക്ലി സ്റ്റെയിൻഡ് ആയിട്ടുള്ളൊരു സ്പെറിക്കൽ ബോഡിയാണ് ന്യൂക്ലിയസ് എന്നുള്ളത്. ആൻഡ് ഒരു ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രധാനമായിട്ടും 4 തിങ്സ് ആണ് അതിനകത്തുള്ളത്, 4 സ്ട്രക്ചേഴ്സാണ് ഇതിലുള്ളത്. ഫസ്റ്റ് വൺ ന്യൂക്ലിയർ മെംബ്രെയിൻ, ദെൻ ന്യൂക്ലിയോപ്ലാസം, ക്രോമസോംസ് ആൻഡ് ന്യൂക്ലിയോലസ്. ഈ 4 പാർട്സും നമ്മളുടെ ന്യൂക്ലിയസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഫസ്റ്റ് വൺ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ, വി വിൽ സ്റ്റാർട്ട് വിത്ത് ന്യൂക്ലിയർ എൻവലപ്പ്. ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ മറ്റൊരു പേരാണ് ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് പറയുന്നത്. യൂഷ്വലി നമ്മൾ ലൈക്ക് മെംബ്രെയിനെ എൻവലപ്പ് എന്ന് വിളിക്കാറുണ്ടല്ലോ, അതേ സെയിം മീനിങ്ങിൽ തന്നെയാണ് ഇവിടെയും ന്യൂക്ലിയർ മെംബ്രെയിനെ നമ്മൾ ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ഒരു 2 ലെയറുള്ളൊരു സ്ട്രക്ചറാണ്. അപ്പോൾ 2 ലെയർ ഉണ്ട് ഈ മെംബ്രെയിൻ. ഇപ്പോൾ ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും ഒരു ലെയർ ഓഫ് ന്യൂക്ലിയർ മെംബ്രെയിൻ, അനദർ ലെയർ ഓഫ് ന്യൂക്ലിയർ മെംബ്രെയിൻ, അങ്ങനെയാണ് ഇരിക്കുന്നുണ്ടായിരിക്കുക. സോ ഡബിൾ ലെയർഡ് ആണ് ന്യൂക്ലിയർ എൻവലപ്പ് എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ആൻഡ് അകത്തെ ലെയറിന് നമ്മൾ ഇന്നർ ലെയർ എന്ന് വിളിക്കും, പുറത്തെ ലെയറിന് നമ്മൾ ഔട്ടർ ലെയർ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ആൻഡ് ഓൾവേസ് റിമെമ്പർ, നമ്മളുടെ ന്യൂക്ലിയസിൻ്റെ ഔട്ടർ ലെയർ അല്ലെങ്കിൽ ഈ ഔട്ടർ മെംബ്രെയിൻ എന്ന് പറയുന്നത് അത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമായിട്ട് കണക്റ്റഡ് ആണ്. അത് എന്നതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളെ എക്സിറ്റിന് എൻട്രി ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഔട്ടർ ലെയർ ഈസ് ഓൾവേസ് കണക്റ്റഡ് ടു നമ്മളുടെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നുള്ളത് ഓർക്കുക. ഞാനിവിടെ ഒരു പിക്ചർ കാണിച്ചു തരാം. നിങ്ങളിവിടെ കാണുന്നത്, ഈ പച്ച കളറിൽ കാണുന്നത് ദാറ്റ് ഈസ് ന്യൂക്ലിയസ്. ആൻഡ് ഈ ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്നുള്ളത് ലേബൽ ചെയ്തേക്കുന്നത് കാണാൻ പറ്റും അല്ലേ. അപ്പോൾ ന്യൂക്ലിയസിൻ്റെ ഔട്ടർ മെംബ്രെയിൻ ഓൾവേസ് ആരുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്, ദാറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം.
ആൻഡ് ഇവിടെ ഈ ന്യൂക്ലിയസിനകത്ത് നമ്മൾക്ക് ഈ മെംബ്രെയിനകത്ത്, സ്പെഷ്യലി മെംബ്രെയിനകത്ത് നമ്മൾക്ക് ഫോസ്ഫോലിപ്പിഡ്സിനെ കാണാൻ പറ്റും. നമ്മളുടെ സെൽ മെംബ്രെയിനകത്ത് ഉണ്ടായിരുന്ന പോലെ തന്നെയാണ് ഇവിടെയും ഫോസ്ഫോലിപ്പിഡ്സ് ഉള്ളത്. 2 ലെയർ ലിപ്പിഡ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് രണ്ടും കൂടെ ചേർന്നിട്ടൊരു ലിപ്പിഡ് ബൈലെയർ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടില്ലേ പ്ലാസ്മ മെംബ്രെയിൻ്റെ സാൻഡ്വിച്ച് മോഡൽ അല്ലെങ്കിൽ ഫ്ലൂയിഡ് മോസൈക്ക് മോഡൽ പഠിച്ചിട്ടില്ലേ? അതേ സിമിലർ ആയിട്ട് ഇവിടെ ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ട്. 2 ലെയർ ആയിട്ട് കാണുന്നതുകൊണ്ട് നമ്മൾ അതിനെ ലിപ്പിഡ് ബൈലെയർ എന്ന് പറഞ്ഞിട്ട് വിളിക്കണമെന്നുള്ളത് മാത്രം. ആൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സെല്ലിന് പ്ലാസ്മ മെംബ്രെയിൻ ഉള്ള പോലെയാണ് ന്യൂക്ലിയസിന് ന്യൂക്ലിയർ മെംബ്രെയിൻ ഉള്ളത്. അപ്പോൾ സെല്ലിൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ്റെ ജോലി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാറുണ്ട് സെല്ലിനൊരു ബൗണ്ടറി കൊടുക്കുക അല്ലെങ്കിൽ സെല്ലിനൊരു ഷേപ്പ് കൊടുക്കുക. ഇതൊക്കെയാണ് സെൽ മെംബ്രെയിൻ്റെ ഒരു ജോലി. അതുപോലെ ന്യൂക്ലിയർ മെംബ്രെയിൻ്റെ ജോലി എന്ന് പറയുന്നതും നമ്മുടെ ന്യൂക്ലിയസിന് ഒരു ബൗണ്ടറി കൊടുക്കുക, ന്യൂക്ലിയസിന് ഒരു ഷേപ്പ് കൊടുക്കുക എന്നൊക്കെയുള്ളതാണ്. സോ അതിൻ്റെ ഫംഗ്ഷൻ വരുന്നത് ദാറ്റ് ഇസ് ടു പ്രൊവൈഡ് ഷേപ്പ് അല്ലെങ്കിൽ ബൗണ്ടറി ടു ദ ന്യൂക്ലിയസ്. അതിനകത്ത് മാത്രമല്ല ഈ ഒരു മെംബ്രെയിനിൽ കൂടെ പാസ് ചെയ്തിട്ടാണ് പല സാധനങ്ങളും ന്യൂക്ലിയസിനകത്തേക്കും ന്യൂക്ലിയസിന് വെളിയിലോട്ടൊക്കെ പോകുന്നത്. സോ എക്സിറ്റ് ആൻഡ് എൻട്രി ഓഫ് പല മോളിക്യൂൾസും കൺട്രോൾ ചെയ്യുന്നത് ദാറ്റ് ഇസ് ദിസ് ന്യൂക്ലിയർ എൻവലപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് പോയിന്റ് ആയിട്ട് എഴുതിയേക്കുന്നുണ്ട് ദാറ്റ് മീൻസ് അസിസ്റ്റിംഗ് ഇൻ റെഗുലേറ്റിംഗ് ദ ഫ്ലോ ഓഫ് മോളിക്യൂൾസ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദ ന്യൂക്ലിയസ്. അകത്തേക്കും പുറത്തേക്കും എൻട്രിയും എക്സിറ്റും കൊടുക്കുന്നതൊക്കെ ദാറ്റ് ഈസ് ആക്ച്വലി ന്യൂക്ലിയർ എൻവലപ്പ്. അത് ഓർക്കുക. ഓക്കെ, സോ അത് രണ്ടുമാണ് അതിൻ്റെ ഫങ്ഷൻസ് വരുന്നത്. അത്രയേ ഉള്ളൂ നമുക്ക് ന്യൂക്ലിയർ എൻവലപ്പിനെ പറ്റിയിട്ട് പഠിക്കാനായിട്ട്. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് ദാറ്റ് ഈസ് ന്യൂക്ലിയർ പോർ. ന്യൂക്ലിയർ പോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പിക്ചറിലോട്ട് നോക്കുക. ഇവിടെ നിങ്ങൾ ആ ന്യൂക്ലിയർ മെംബ്രെയിൻ അല്ലെങ്കിൽ ന്യൂക്ലിയർ എൻവലപ്പ് എന്ന് പറയുന്ന ലേബൽ ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. ഡോട്ടഡ് ലൈൻ പോലെയാണ്. ദാറ്റ് മീൻസ് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഉണ്ട്. കൺസിസ്റ്റൻ്റ് ആയിട്ടല്ല ആ ഒരു ലൈൻ കാണിച്ചേക്കുന്നത്. അതിൻ്റെ ഇടയിലുള്ള കുഞ്ഞു ഗ്യാപ്പുകളെയാണ് നമ്മൾ ന്യൂക്ലിയർ പോർസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. പോർസ് എന്ന് പറഞ്ഞാൽ എന്താ, ബേസിക്കലി വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ ചെറിയ ഓപ്പണിങ്സിനെയാണ് പോർസ് എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൽ തന്നെ വളരെ മൈന്യൂട്ടായിട്ട് നമ്മൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തത് പക്ഷേ ന്യൂക്ലിയസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പോസ്, അതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ പോസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. വളരെ മൈന്യൂട്ടായിരിക്കും ഇവർ. ആൻഡ് നമ്മളുടെ എൻവലപ്പിൽ കാണുന്ന ചെറിയ ചെറിയ ഇൻട്രപ്ഷൻസ് അല്ലെങ്കിൽ എൻവലപ്പ് കൺസിസ്റ്റൻ്റ് അല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കാണുന്ന ചെറിയ ഓപ്പണിങ്സ്, അതിനെയാണ് നമ്മൾ ന്യൂക്ലിയർ പോർസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കാം. ഈ ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്തിട്ട് വി ക്യാൻ ഫൈൻഡ് സൈറ്റോപ്ലാസം. അപ്പോൾ ന്യൂക്ലിയസിന് എന്തെങ്കിലും കാര്യങ്ങൾ സൈറ്റോപ്ലാസത്തിലേക്ക് എത്തിക്കാനുണ്ട് അല്ലെങ്കിൽ സൈറ്റോപ്ലാസത്തിൽ നിന്നുള്ള സാധനങ്ങൾ ന്യൂക്ലിയസിൽ എത്താനുണ്ട്. സോ ഈ ഒരു കൈൻഡ് ഓഫ് 2-way കമ്മ്യൂണിക്കേഷൻ ന്യൂക്ലിയസിൻ്റെയും സൈറ്റോപ്ലാസത്തിൻ്റെയും ഇടയിലുള്ള ഒരു 2-way കമ്മ്യൂണിക്കേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് ഇറ്റ് ഈസ് ന്യൂക്ലിയർ പോർസ്. ഈ ന്യൂക്ലിയർ പോറിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഏകദേശം 5 to 10 നാനോമീറ്റേഴ്സ് ആണ്. ആൻഡ് പല സാധനങ്ങളും ഇതിൽ കൂടെയാണ് നമ്മൾ സൈറ്റോപ്ലാസത്തിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുക. ലൈക്ക് പ്രോട്ടീൻസ്, RNA അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ന്യൂക്ലിയസിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്കും സൈറ്റോപ്ലാസത്തിൽ ന്യൂക്ലിയസിലേക്കും, ഞാൻ പറഞ്ഞില്ല 2-way ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇത് പോസിബിൾ ആകുന്നത് ദാറ്റ് ഈസ് ത്രൂ ന്യൂക്ലിയർ പോർ. അപ്പോൾ നമ്മളുടെ ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്തിട്ട് കാണുന്ന ചെറിയ 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 പോസിനെ അല്ലെങ്കിൽ ഓപ്പണിങ്സിനെയാണ് നമ്മൾ ന്യൂക്ലിയർ പോർ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക. ഓക്കെ, യെസ്. ഇനി ഈ പിക്ചർ ഒന്ന് കാര്യമായിട്ട് തന്നെ നോക്കിക്കോളൂ. നമ്മൾക്ക് ആ ഡാർക്ക് ഗ്രീൻ പോർഷനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ദാറ്റ് ഇസ് ദിസ് ന്യൂക്ലിയർ എൻവലപ്പ്. അതിൻ്റെ ഇടയ്ക്കുള്ള ചെറിയ ഓപ്പണിങ്സിനെ നമ്മൾ ന്യൂക്ലിയർ പോർ എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഇനിയത്തെ കാര്യങ്ങൾ കാര്യമായിട്ട് ശ്രദ്ധിക്കണം. നിങ്ങൾ ആ ന്യൂക്ലിയസിലേക്ക് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു പോർഷനിൽ ഒരു അല്പം ഡാർക്ക് കളറിൽ സർക്കിൾ ഷേപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലേ. ഈ ഒരു സംഭവത്തെയാണ് നമ്മൾ ബേസിക്കലി ന്യൂക്ലിയോലസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ദിസ് ഇസ് ന്യൂക്ലിയോലസ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ന്യൂക്ലിയോലസ് എന്ന് ഞാൻ വിചാരിക്കണം. ഓക്കെ, ആൻഡ് ദ തിങ് ഇസ് ലൈക്ക് നമ്മളുടെ സെല്ലിനകത്ത് ന്യൂക്ലിയസ് ഇല്ലേ, ദറ്റ് ഈസ് എ സെൻറ്റർ അല്ലേ. സിമിലർലി ന്യൂക്ലിയസിൻ്റെ അകത്തുള്ള ഒരു സെൻറ്റർ മാതിരിയാണ് ന്യൂക്ലിയോലസ് പ്രവർത്തിക്കുന്നുണ്ടായിരിക്കുക. സെല്ലിനകത്ത് സൈറ്റോപ്ലാസം ഉണ്ട്. അതുപോലെ ന്യൂക്ലിയസിനകത്ത് ഒരു ഫ്ലൂയിഡ് സബ്സ്റ്റൻസ് ഉണ്ട്. സൈറ്റോപ്ലാസം ഒരു ഫ്ലൂയിഡ് സബ്സ്റ്റൻസ് അല്ലേ. സിമിലർലി നമ്മുടെ ന്യൂക്ലിയസിനകത്തും ഒരു ഫ്ലൂയിഡ് സബ്സ്റ്റൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ന്യൂക്ലിയോപ്ലാസം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കുക. ഈ ന്യൂക്ലിയോപ്ലാസത്തിനകത്ത് നമ്മൾക്ക് പൊതുവെ സെല്ലിനകത്താണെങ്കിൽ സൈറ്റോപ്ലാസത്തിൽ സെൽ ഓർഗനൽസ് കാണാൻ പറ്റും. ഈ ന്യൂക്ലിയോപ്ലാസത്തിനകത്ത് നമുക്ക് പൊതുവെ നൂഡിൽസ് മാതിരി ഇങ്ങനെ കുറേ ഇങ്ങനെ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. അത് ഒരെണ്ണം അല്ല, ഒരുപാട് എണ്ണം ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് എസ് ക്രോമാറ്റിൻ. അതിങ്ങനെ ഭയങ്കര നെറ്റ്വർക്ക് മാതിരി കിടക്കുന്നതുകൊണ്ട് വി കോൾ ഇറ്റ് എസ് ക്രോമാറ്റിൻ റെറ്റിക്കുലം. ഇതാണ് ഒരു ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചർ. പിന്നെ നമ്മൾ ന്യൂക്ലിയോലസിനെ പറ്റിയിട്ടും ന്യൂക്ലിയോപ്ലാസത്തിനെ പറ്റിയിട്ടും ക്രോമാറ്റിനെ പറ്റിയിട്ടും ഒക്കെ പഠിക്കും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ന്യൂക്ലിയർ എൻവലപ്പ് ന്യൂക്ലിയർ പോറും പറഞ്ഞു. നമ്മൾ ഉള്ളിലേക്ക് പോവാണ്. ദാറ്റ് ഇസ് ന്യൂക്ലിയോപ്ലാസം. ഈ ന്യൂക്ലിയസിൻ്റെ അകത്ത് കാണുന്ന ജെലാറ്റിനസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ലൈക്ക് സബ്സ്റ്റൻസ്, അപ്പോൾ അതിനെയാണ് നമ്മൾ ന്യൂക്ലിയോപ്ലാസം എന്ന് വിളിക്കുക. സെല്ലിനകത്ത് സൈറ്റോപ്ലാസം ഉള്ളതുപോലെയാണ് ന്യൂക്ലിയസിനകത്ത് ന്യൂക്ലിയോപ്ലാസം ഉള്ളത്. ന്യൂക്ലിയോ അല്ലെങ്കിൽ ന്യൂക്ലിയസ് എന്നുള്ളൊരു വാക്കുമായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു വാക്കാണ് കാരിയോ. അപ്പോൾ കാരിയോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് റിലേറ്റഡ് ടു ന്യൂക്ലിയസ് എന്ന് എപ്പോഴും നിങ്ങൾ അറിയണം.
അപ്പോൾ ഈ ന്യൂക്ലിയോപ്ലാസത്തിനെ നമ്മൾ കാരിയോപ്ലാസം എന്നും കൂടെ പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. കാരണം അത് ന്യൂക്ലിയസിൻ്റെ ആണ് നല്ല രീതിയിൽ കാരിയോപ്ലാസം എന്നും കൂടെ പറഞ്ഞിട്ട് വിളിക്കാറുണ്ട്. ഐ റിട്ടേൺ ലൈക്ക് ഇറ്റ് ഇസ് സിമിലർ ടു സൈറ്റോപ്ലാസം. ഒരു ഫ്ലൂയിഡ് ലൈക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ജെല്ലി ലൈക്ക് ആയിട്ടുള്ള സാധനമാണ്. ആൻഡ് ഈ ന്യൂക്ലിയോപ്ലാസ്റ്റിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന മെയിൻ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വെള്ളമുണ്ട്, കുറച്ച് സോൾട്ട് ഉണ്ട്, എൻസൈംസ് ഉണ്ട്, ഓർഗാനിക് മോളിക്യൂൾസ് ഉണ്ട്. ഇങ്ങനെയുള്ള കുറച്ചൊക്കെ സാധനങ്ങൾ നമ്മൾക്ക് ന്യൂക്ലിയോപ്ലാസത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ന്യൂക്ലിയോപ്ലാസത്തിൻ്റെ കോമ്പോസിഷൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ വാട്ടർ, സം സോൾട്ട്, എൻസൈംസ് ആൻഡ് സം ഓർഗാനിക് മോളിക്യൂൾസ്. ആ ഒരു രീതിയിലാണ് ആൻസർ വരേണ്ടത്. പിടികിട്ടിയോ? ആൻഡ് ഈ പറഞ്ഞ പോലെ നമ്മളുടെ ചുറ്റും ഈ നമ്മുടെ ന്യൂക്ലിയസിന് ചുറ്റും നമ്മൾക്ക് ഈ പറഞ്ഞ ന്യൂക്ലിയോപ്ലാസം കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതിൽ ഒഴുകി നടക്കുന്നതായിട്ടാണ് അല്ലെങ്കിൽ അതിൽ കാണുന്ന ഒരു കോമ്പോണൻ്റ് ആയിട്ടാണ് ക്രോമസോംസ് ഉള്ളത്. ആൻഡ് ഈ ന്യൂക്ലിയോപ്ലാസ്റ്റിൽ തന്നെയുള്ള മറ്റൊന്നാണ് ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയോലസിനെ പറ്റിയിട്ടും ക്രോമസോംസിനെ പറ്റിയിട്ടും നമുക്ക് പഠിക്കാം. ഓക്കെ, അതിന് മുന്നേ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കണം, എല്ലാത്തിൻ്റെയും ഫങ്ഷൻസ് പഠിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. ന്യൂക്ലിയർ എൻവലപ്പിൻ്റെ ന്യൂക്ലിയർ പോറിൻ്റെ ഫംഗ്ഷൻ പഠിച്ചു. സിമിലർലി നമുക്ക് പഠിക്കാനുള്ളത് നമ്മളുടെ ന്യൂക്ലിയോ പ്ലാസത്തിൻ്റെ ഫംഗ്ഷനാണ്. ദ വെരി ഫസ്റ്റ് ഫംഗ്ഷൻ ഈസ് ലൈക്ക് ന്യൂക്ലിയസിനകത്തുള്ള കണ്ടൻസിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. സൈറ്റോപ്ലാസത്തിൻ്റെ റോള് തന്നെയാണ്. ന്യൂക്ലിയസിനകത്തുള്ള കണ്ടൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ന്യൂക്ലിയോപ്ലാസമാണ്. നമ്മളുടെ സെല്ലിനകത്തുള്ള കണ്ടൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് സൈറ്റോപ്ലാസമാണ്. സെയിം തിങ്. പിടികിട്ടിയോ? പിന്നെ അതുപോലെ തന്നെ ആ ഷേപ്പ് കൊടുക്കുന്നത്, ആ ഒരു ഷേപ്പ് കിട്ടുന്നത് ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു ദ എമൗണ്ട് ഓഫ് ന്യൂക്ലിയോപ്ലാസം ദാറ്റ് വി ഹാവ്. എന്തോരം സൈറ്റോപ്ലാസം ഉണ്ട് അതിനനുസരിച്ചായിരിക്കും സെല്ലിൻ്റെ ഷേപ്പ് വരിക. അതുപോലെ എന്തോരം ന്യൂക്ലിയോപ്ലാസം ഉണ്ടോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ ന്യൂക്ലിയസിൻ്റെ ഷേപ്പും കൂടെ വരുന്നുണ്ടായിരിക്കുക. പിടികിട്ടിയോ? ആൻഡ് അത് മാത്രമല്ല, നമ്മളുടെ ന്യൂക്ലിയസിനകത്തും പുറത്തൊക്കെ ആയിട്ട് സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യണം. സ്പെഷ്യലി എൻസൈംസ്, DNA, RNA അങ്ങനെയുള്ള സാധനങ്ങളെ അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡുകളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്പോർട്ടേഷന് ഒരു മീഡിയേറ്റർ ആയിട്ട് ഇരിക്കുന്നത് ഈ ന്യൂക്ലിയോപ്ലാസമാണ്. ന്യൂക്ലിയോലസിനകത്തുണ്ടായിരുന്ന എന്തെങ്കിലും ഒരു സാധനം അല്ലെങ്കിൽ ഈ പറഞ്ഞ ക്രോമസോംസിനകത്തുണ്ടായിരുന്ന DNA, RNA അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം ആയിക്കോട്ടെ, അത് നമ്മളുടെ ന്യൂക്ലിയർ എൻവലപ്പ് കടന്ന് സെല്ലിൻ്റെ സൈറ്റോപ്ലാസ്റ്റിൽ എത്തണമെങ്കിൽ ന്യൂക്ലിയോപ്ലാസം ക്രോസ് ചെയ്യണം അല്ലേ? അപ്പോൾ ഈ സാധനങ്ങൾ ന്യൂക്ലിയോപ്ലാസ്റ്റിൽ കൂടെ പാസ് ചെയ്തത് ന്യൂക്ലിയർ എൻവലപ്പിലെത്തി അവിടെയുള്ള ന്യൂക്ലിയർ പോറിൽ കൂടെ വെളിയിൽ ചാടി കഴിയുമ്പോൾ ആണ് അവർക്ക് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള സൈറ്റോപ്ലാസ്റ്റിൽ എത്താൻ പറ്റുന്നതായിരിക്കുക. സാധനങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഒരു മീഡിയം ആയിട്ട് ആക്ച്വലി ആര് പ്രവർത്തിക്കാറുണ്ട്? ഈ ന്യൂക്ലിയോപ്ലാസം പ്രവർത്തിക്കാറുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഓർക്കുക. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ന്യൂക്ലിയോപ്ലാസം. ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ വേണ്ടി പോകുന്നത് ദാറ്റ് ഈസ് അബൌട്ട് ന്യൂക്ലിയോലസ്. ഓക്കെ, സെല്ലിൻ്റെ സെൻറ്റർ ആയിരുന്നു ന്യൂക്ലിയസ്. സിമിലർലി ന്യൂക്ലിയസിൻ്റെ സെൻറ്ററാണ് ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത്. ന്യൂക്ലിയസിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ലസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനെ സറൗണ്ട് ചെയ്ത് മെംബ്രെയിൻ ഒന്നുമില്ല. ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്ത് മെംബ്രെയിൻ ഉണ്ടായിരുന്നു. ന്യൂക്ലിയോലസിനെ സറൗണ്ട് ചെയ്തിട്ടൊന്നും നമുക്ക് മെംബ്രെയിൻ ഇല്ല. ആൻഡ് ഈ ന്യൂക്ലിയോലസിൽ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ പറ്റിയ RNA, പ്രോട്ടീൻസ് അങ്ങനെയുള്ള സാധനങ്ങളാണ്. ആൻഡ് ചില ജീവികളുണ്ട്, ഈ യൂക്കരിയോട്ടിക് ആയിട്ടുള്ള ചില ജീവികളുണ്ട്, അവരുടെ ന്യൂക്ലിയോലസിനകത്ത് ഏകദേശം 4 ന്യൂക്ലിയകൾ വരെ വരാറുണ്ട്. ഓക്കെ, ന്യൂക്ലിയോലസ് എന്ന് പറയുന്നത് സിംഗുലർ ആണ്, ന്യൂക്ലിയോലൈ എന്ന് പറയുന്നത് പ്ലൂറലാണ്. അതുകൊണ്ടാണ് മിസ് ഇവിടെ 4 ന്യൂക്ലിയോലൈ എന്ന് എഴുതിയേക്കുന്നത്. 4 ന്യൂക്ലിയോലൈ മീൻസ് പ്ലൂറൽ അല്ലേ? 4 എന്നൊക്കെ പറയുമ്പോൾ പ്ലൂറൽ ആയതുകൊണ്ടാണ് 4 ന്യൂക്ലിയോലൈ എന്ന് എഴുതിയേക്കുന്നത്. ഒരെണ്ണമാണെങ്കിൽ ന്യൂക്ലിയോലസ് എന്ന് എഴുതിയാൽ മതി. അപ്പം നിങ്ങൾ എവിടെയെങ്കിലും ന്യൂക്ലിയോലസ് എന്നോ ന്യൂക്ലിയോലൈ എന്നൊക്കെയുള്ള വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് ഇതെല്ലാം സെയിം ആണ്. ചില യൂക്കാരിയോട്ടിക് ഓർഗാനിസംസിനകത്ത് 4 ന്യൂക്ലിയോലസുകൾ വരെ വരാറുണ്ടെന്നുള്ളത് ഓർക്കുക. ഓക്കെ, ആൻഡ് ഈ ന്യൂക്ലിയോലസിനകത്ത് കാണുന്ന ഒരു സ്പെഷ്യൽ സാധനമാണ് ന്യൂക്ലിയോളാർ ഓർഗനൈസേഴ്സ്. ന്യൂക്ലിയോലസിൽ കാണുന്ന സ്പെഷ്യൽ സാധനമാണ് ന്യൂക്ലിയോളാർ ഓർഗനൈസേഴ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മളുടെ ക്രോമസോംസിൻ്റെ ഒരു ഭാഗമാണെന്നൊക്കെ പറയാം. ഇതിനകത്ത് കുറച്ച് ജീൻസ് ഒക്കെ ഉണ്ട്. ആൻഡ് ഈ ജീൻസ് ഒക്കെ ഉപയോഗിച്ച് നമ്മൾക്ക് സെല്ലിന് ആവശ്യമായിട്ടുള്ള റൈബോസോംസ് ഒക്കെ സിന്തസൈസ് ചെയ്യാൻ പറ്റും. പിടികിട്ടിയോ? ന്യൂക്ലിയോലസിനകത്ത് എന്തുണ്ട്? സ്പെഷ്യൽ ഒരു പോർഷനുണ്ട് ദാറ്റ് ഇസ് കോൾഡ് ആസ് ന്യൂക്ലിയോളാർ ഓർഗനൈസർ. അത് ക്രോമസോമിൻ്റെ ഒരു പാർട്ടാണ്. കാരണം അതിനകത്ത് DNA, ജീനും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ജീൻസ് യൂസ് ചെയ്ത് നമ്മൾക്ക് ഈ സെല്ലിന് ആവശ്യമായിട്ടുള്ള എന്ത് പ്രൊഡ്യൂസ് ചെയ്യാം? റൈബോസോംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് പറഞ്ഞത്. പിടികിട്ടിയോ? യെസ്. ആൻഡ് ഈ ന്യൂക്ലിയോലസിൻ്റെ മറ്റ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയോലസ് റൈബോസോംസിനെ സിന്തസൈസ് ചെയ്യും. ആൻഡ് റൈബോസോംസിനെ സിന്തസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നമ്മളുടെ ലൈക്ക് RNA സബ് യൂണിറ്റ്സിനെയൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും അങ്ങനെ സിന്തസൈസ് ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നീട് നമ്മൾ ഈ RNA സബ് യൂണിറ്റ്സ്, RNAയുടെ പീസസ് ഒക്കെ ജോയിൻ ചെയ്ത് റൈബോസോം ഉണ്ടാക്കി ആ റൈബോസോം യൂസ് ചെയ്ത് പ്രോട്ടീൻ സിന്തസിസിനൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് ഈ ന്യൂക്ലിയോലസ് പയ്യെ ഡിസപ്പിയർ ആകും. സെൽ ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്താലാണ് അത് തിരിച്ചു വരുന്നുണ്ടായിരിക്കുക. സെൽ ഡിവിഷൻ നടക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ന്യൂക്ലിയോലസ് എന്നുള്ളൊരു സ്ട്രക്ചർ ഇല്ല. ഡിവിഷൻ കംപ്ലീറ്റ് ചെയ്ത് പുതിയ ഡോട്ടർ സെൽസ് ഉണ്ടാകുമ്പോഴത്തേക്കും സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വരും. പിടികിട്ടിയാ?
അങ്ങനെയാണ് സംഭവിക്കുന്നത്. സോ ദിസ് ഈസ് അബൌട്ട് നമ്മളുടെ ന്യൂക്ലിയോലസ്. ഇനി നമ്മൾ പഠിക്കുന്നത് ക്രോമസോംസിനെ പറ്റിയിട്ടാണ്. ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നമ്മളുടെ ക്രോമസോംസ് നമ്മളുടെ ന്യൂക്ലിയസിനകത്ത് കാണുന്നവരാണ്. പക്ഷെ ഞാൻ ആ പിക്ചർ കാണിച്ചപ്പോൾ അതിനകത്ത് ക്രോമസോംസ് ഉണ്ടായില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ ആ പിക്ചറിനകത്ത് കണ്ട ക്രോമാറ്റിൻ അല്ലെങ്കിൽ ക്രോമാറ്റിൻ റെറ്റിക്കുലം അതാണ് ഈ കണ്ടൻസ് ചെയ്ത് പിന്നീട് എന്തായിട്ട് മാറുന്നുണ്ടായിരിക്കുക? ക്രോമസോംസ് ആയിട്ട് മാറുന്നുണ്ടായിരിക്കുക. ഐ ഹോപ്പ് നിങ്ങൾ ഇതിന് മുന്നേ നമ്മളുടെ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. DNA പാക്കേജിങ് എന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സെറ്റിൻ്റെ സീരീസിനകത്ത്. അത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് കണ്ടൻസേഷൻ നടക്കുക എന്നൊക്കെയുള്ളത് നമ്മൾ അവിടെ പറയുന്നുണ്ട്. കണ്ടിട്ടില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങൾക്ക് ആ വീഡിയോ കൂടെ കാണാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ ക്രോമസോംസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ക്രോമാറ്റിൻ കണ്ടൻസ് ചെയ്തിട്ടുണ്ടായിരിക്കുന്നതാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾക്ക് ന്യൂക്ലിയസിനകത്ത് കുറേ ക്രോമസോംസ് ഉണ്ട്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്പീഷീസ്. ഓരോ സ്പീഷീസിൻ്റെ ന്യൂക്ലിയസിനനുസരിച്ചിരിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹ്യൂമൻസിൻ്റെ ന്യൂക്ലിയസിനകത്ത് ഏകദേശം 46 ക്രോമസോംസ് ഉണ്ടായിരിക്കും. അതുപോലെ ഓരോ സ്പീഷീസിനും അതിൻ്റെതായിട്ടുള്ള നമ്പർ ഓഫ് ക്രോമസോംസ് ഉണ്ട്. ആൻഡ് ക്രോമസോമിനകത്ത് നമ്മൾക്ക് DNA കാണാം. ഇപ്പോൾ മനുഷ്യൻ്റെ കേസിൽ മറ്റ് യൂക്കാരിയോട്ടിക് ഓർഗാനിസംസിൻ്റെ ഒക്കെ കേസിൽ ജനറ്റിക് മെറ്റീരിയൽ DNA ആയതുകൊണ്ടാണ് അവിടെ DNA കാണാൻ പറ്റുന്നത് കേട്ടോ. ഇനി അതല്ല RNA ആയിട്ടുള്ള എന്തെങ്കിലും ഓർഗാനിസം ആണെന്നുണ്ടെങ്കിൽ അവർ RNA ആയിരിക്കും കാണുക. ആൻഡ് ഈ DNAക്കകത്ത് അല്ലെങ്കിൽ RNAക്കകത്താണ് ജനറ്റിക് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഹെറിഡിറ്റി ഇൻഫർമേഷനൊക്കെ ഉണ്ടാവുക. ആ ഹെറിഡിറ്റി ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നമ്മുടെ സെല്ലിനകത്ത് നമ്മുടെ ബോഡിക്കകത്തും സകലവിധ ഗ്രോത്ത്, ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ റീപ്രൊഡക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുക. സോ ഇഫ് അവർ സെൽ നീഡ്സ് ടു ഗ്രോ or our cell needs to reproduce or our cell needs to develop, അവരെല്ലാത്തിനും കാരണം നമ്മുടെ ഈ ന്യൂക്ലിയസിനകത്തുള്ള ക്രോമസോംസ് അതിലുള്ള DNA ഒക്കെയാണ്. ഓക്കെ, ആൻഡ് ക്രോമസോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ആക്ച്വലി നമ്മൾക്ക് DNA ഉണ്ട്, ഹിസ്റ്റോൺ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടീൻസ് ഉണ്ട്. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ക്രോമാറ്റിൻ പരുവത്തിലാണ് ഉണ്ടാകുന്നുണ്ടായിരിക്കുക. ക്രോമാറ്റിൻ ഇങ്ങനെ ഒരു നീളത്തിലുള്ളൊരു സാധനമാണ്, നൂഡിൽസ് പോലെ. അത് കണ്ടൻസ് ചെയ്തിട്ട് പിന്നീട് അത് ക്രോമസോംസ് ആയിട്ട് മാറും. ക്രോമസോംസിന് പൊതുവെ എക്സ് ഷേപ്പ് സ്ട്രക്ചറൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു ബട്ടർഫ്ലൈ വിങ് മാതിരത്തെ സ്ട്രക്ചറൊക്കെയാണെന്ന് പറയാം. പിടികിട്ടിയോ? ഇനി ഒരു സെല്ല് റെസ്റ്റിംഗ് സ്റ്റേറ്റിലാണ് അല്ലെങ്കിൽ അത് ഡിവൈഡ് ചെയ്യാത്തൊരവസ്ഥയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്രോമസോംസ് പൊതുവെ ഭയങ്കര ലോങ് ആയിട്ടുള്ള, ഞാൻ ഈ പറഞ്ഞ പോലെ എൻടാങ്കിൾഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നൂഡിൽസ് പോലെ കെട്ട് പിരിഞ്ഞ് കിടക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് കാണാൻ പറ്റുക. അതിനെയാണ് നമ്മൾ ക്രോമാറ്റിൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. പിടികിട്ടിയോ? യെസ്. അപ്പം ഐ ഹോപ്പ് ആ ഒരു ക്രോമാറ്റിനും ക്രോമസോമും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. ആൻഡ് ക്രോമാറ്റിനെ നമ്മൾക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. നമ്മൾ അതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, യൂക്രോമാറ്റിനും ഹെട്രോക്രോമാറ്റിനും. അതിൻ്റെ സ്റ്റെയിനിങ് ഡിഫറൻസ്, അതിൻ്റെ പാക്കേജിങ്ങിലുള്ള ഡിഫറൻസ് ഒക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. ആരെങ്കിലും അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് ഇത് കാണാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഒരു കുന്തും മനസ്സിലാവത്തില്ല. ഓക്കെ, യെസ്. ഇനി അത് മാത്രമല്ല, ന്യൂക്ലിയോലസ് കൂടാതെ ന്യൂക്ലിയസിനകത്ത് വേറെ കുറച്ച് സാധനങ്ങളും കൂടെ കാണാൻ പറ്റും. അത് എക്സ്ട്രാ കാണുന്ന സാധനങ്ങളാണ്. അതിനെയാണ് നമ്മൾ നോൺ മെംബ്രെയിൻ ഡെലിനേറ്റഡ് ബോഡീസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. കാരണം ന്യൂക്ലിയോലസിന് മെംബ്രെയിൻ ഇല്ലല്ലോ. സിമിലറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സാധനങ്ങൾ നോൺ മെംബ്രെയിൻ ഡെലിനേറ്റഡ് ബോഡീസ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് ബോഡീസാണ് കാജൽ ബോഡീസ്, പിന്നെ അതുപോലെ തന്നെ ജെമിനി ഓഫ് കോയിൽഡ് ബോഡീസ്, പോളിമോർഫിക് ഇൻ്റർഫേസ് കാരിയോസോം അസോസിയേഷൻ, പീക്ക എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് നമ്മളതിനെ, പ്രോമൈലോസൈറ്റിക് ലുക്കീമിയ PML, അങ്ങനത്തെ ബോഡീസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പാരാസ്പെക്കിൾസ് ആൻഡ് സ്പ്ലൈസിങ് സ്പെക്കിൾസ്, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ എക്സ്ട്രാ കാണാൻ പറ്റും. നിങ്ങളടുത്ത് ഇതിനകത്ത് എന്തെങ്കിലും തന്നിട്ട് ഇത് എന്താണ് സാധനം എന്ന് ചോദിച്ചാൽ ദിസ് ബിലോങ്സ് ടു നോൺ മെംബ്രെയിൻ ഡെലിനേറ്റഡ് ബോഡീസ്. ഇതെല്ലാം നോൺ മെംബ്രെയിൻ ഡെലിനേറ്റഡ് ബോഡീസ് ആണ് എന്നുള്ള രീതിയിൽ പറയാം. ആൻഡ് നോൺ മെംബ്രെയിൻ ഡെലിനേറ്റഡ് ബോഡീസിന് ഞാൻ ഈ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾസ് കാണാതെ പഠിച്ചു വെക്കാൻ ചെയ്യാം കേട്ടോ. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകത തോന്നുമല്ലോ, അപ്പോൾ അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, യെസ്. അപ്പോൾ അത്രയാണ് ക്രോമസോമിനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ നിങ്ങളുടെ സിലബസിനകത്ത് എക്സ്ട്രാ എടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് ന്യൂക്ലിയർ പോർ കോംപ്ലക്സ്. അപ്പോൾ അതെന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ന്യൂക്ലിയർ പോർ എന്ന് പറയുന്നത് ഒരു സാധനമല്ല. നമ്മൾ ഒരു ന്യൂക്ലിയർ പോർ എന്താണെന്നുള്ളത് പഠിച്ചില്ലേ, പക്ഷെ ഇതൊരു സാധനമല്ല. അത് ആക്ച്വലി ഒരു കോംപ്ലക്സ് പ്രോട്ടീൻ്റെ പാർട്ടാണ്. ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോട്ടീൻസിൻ്റെ ഒരു പാർട്ടാണ് ഈ ന്യൂക്ലിയർ പോർ എന്ന് പറയുന്നത്. കുറേ പ്രോട്ടീൻസ് ചേർന്ന ഒരു കോംപ്ലക്സ് ഉണ്ടാകുന്നു, ഒരു വലിയ കോംപ്ലക്സ് ഉണ്ടാകുന്നു. അതിൻ്റെ പാർട്ടാണ് ന്യൂക്ലിയർ പോർ. ആൻഡ് ആ ഒരു കോംപ്ലക്സിനെ നമ്മൾ ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ആൻഡ് നമ്മുടെ ന്യൂക്ലിയർ എൻവലപ്പിൽ ചുറ്റും സറൗണ്ട് ചെയ്തിട്ട്, ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്തിട്ട് നമുക്ക് ന്യൂക്ലിയർ എൻവലപ്പ് കാണാമല്ലോ. അതിൻ്റെ പല ഭാഗത്തായിട്ടും ഈ ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് ഏകദേശം നമ്മളുടെ ന്യൂക്ലിയർ എൻവലപ്പിൽ ഒരു വെർട്ടിബ്രേറ്റ് ജീവിയുടെ സെൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ന്യൂക്ലിയർ എൻവലപ്പിൽ ഏകദേശം 1000 ന്യൂക്ലിയർ പോർ കോംപ്ലക്സുകൾ കാണാമെന്നാണ് പറയുന്നത്. ഒരു എൻവലപ്പിലാണ് ഈ പറയുന്നത്, ഒരു എൻവലപ്പിൽ 1000 എണ്ണം. നമ്മൾ ന്യൂക്ലിയർ പോർ കാണുമ്പോൾ 5-6 എണ്ണം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ കുഞ്ഞു സ്പേസസ് ഉണ്ട് എന്നല്ലാതെ വേറെ ഒന്നും നമ്മൾ കണ്ടില്ല അല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇറ്റ് ഈസ് ലൈക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വെർട്ടിബ്രേറ്റ് സെല്ലിൻ്റെ എൻവലപ്പിനകത്ത് വി ക്യാൻ ഫൈൻഡ്
ഏകദേശം 1000 ന്യൂക്ലിയർ പോർ കോംപ്ലക്സസ്. ആൻഡ് അത് നമ്മളുടെ വെർട്ടിബ്രേറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. വെർട്ടിബ്രേറ്റിൽ തന്നെ പല സ്പീഷീസുകളിലും അതല്ലെന്നുണ്ടെങ്കിൽ നോൺ വെർട്ടിബ്രേറ്റ്സിലൊക്കെ ഇതിൻ്റെ വ്യത്യാസം നല്ലപോലെ കാണാൻ പറ്റും. 1000 എണ്ണമോ അതിൽ കൂടുതലോ അതിൽ കുറവോ ഒക്കെ ആയിട്ട് കാണാനായിട്ട് പറ്റും. പിടികിട്ടിയോ? അപ്പോൾ അതൊന്ന് ഓർക്കുക. ന്യൂക്ലിയർ പോർ കോംപ്ലക്സുകൾ ഇൻ വെർട്ടിബ്രേറ്റ് സെൽ ഇസ് അപ്രോക്സിമേറ്റ്ലി 1000. ഓക്കെ, ഇനി ഇതിൻ്റെ സ്ട്രക്ചർ. നമ്മളുടെ ഹ്യൂമൻ്റെ ന്യൂക്ലിയർ പോർ കോംപ്ലക്സിനെ നമ്മൾ HNPC എന്ന് പറഞ്ഞിട്ട് വിളിക്കും. അതൊരു 110 മെഗാഡാൾട്ടൺ അത്രയും ഒരു സൈസ് വരുന്ന ഒരു സ്ട്രക്ചറാണ്. ആൻഡ് ഈ പ്രോട്ടീൻസ് ഉണ്ടല്ലോ, നമ്മുടെ ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്രോട്ടീൻസ്, ആ കോംപ്ലക്സ് പ്രോട്ടീൻസിനെ നമ്മൾ ന്യൂക്ലിയോപോറിൻസ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നുണ്ടായിരിക്കുക. ഇതൊരു കോംപ്ലക്സ് ആണ്. ഒരു പ്രോട്ടീൻ അല്ല, കുറേ പ്രോട്ടീൻസ് ഉണ്ട്, അതെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു കോംപ്ലക്സ് ആയിരിക്കുകയാണ് അല്ലേ. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ന്യൂക്ലിയോപോറിൻസ്. അങ്ങനെയാണ് നമ്മൾ ന്യൂക്ലിയോപോറിൻസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ആൻഡ് ഈ ന്യൂക്ലിയർ പോർ കോംപ്ലക്സിനകത്ത് ഏകദേശം 456 ഇൻഡിവിജ്വൽ പ്രോട്ടീൻസ് ഉണ്ട്. ആൻഡ് ഈ 456 ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രോട്ടീൻസ് ചേർന്നിട്ട് ഏകദേശം 34 ന്യൂക്ലിയോപോറിൻ പ്രോട്ടീൻസ് കാണാനായിട്ട് പറ്റും. ഈ 456 എണ്ണല്ലേ, അതിനകത്ത് നിന്ന് നമ്മൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രോട്ടീൻസ് ആണ് നമ്മൾ ഈ കണ്ടത്. ഈ ന്യൂക്ലിയർ പോർ കോംപ്ലക്സിനകത്ത് 456 ഇൻഡിവിജ്വൽ പ്രോട്ടീൻസ് ഉണ്ട്. അതിൽ നിന്ന് ഈ ന്യൂക്ലിയോപോറിൻ ആയിട്ടുള്ള സാധനങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 34 എണ്ണം നമുക്ക് കാണാനായിട്ട് പറ്റും എന്നാ പറയാം. പിടികിട്ടിയോ? ആൻഡ് ഈ ന്യൂക്ലിയോപോറിൻസിനകത്ത് ഏകദേശം പകുതിയോളം സോളിനോയിഡായിട്ടുള്ള പ്രോട്ടീൻ ഡൊമൈൻസാണ് കാണാൻ പറ്റുക. അത് സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുളുകളായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയായിരിക്കും. കോയിൽ മാതിരി ഫിസിക്സിലെ കോയിലില്ലേ, സോളിനോയിഡ് വാല്യൂ വെച്ചിരിക്കുകയായിരിക്കും. അത് ഐദർ ആൽഫ ടൈപ്പ് ഓഫ് ഒരു ഹെലിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ആൽഫ സോളിനോയിഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ബീറ്റ ഫോൾഡഡ് ആയിട്ടുള്ള ഒരു സോളിനോയിഡ് ആയിരിക്കും. ഓക്കെ, ആൽഫയും ബീറ്റയും രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇരിക്കുന്നവരാണെന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക. അപ്പം ചിലതിനകത്ത് നമുക്ക് ആൽഫ ടൈപ്പിലല്ല, അല്ലെങ്കിൽ ആൽഫ സോളിനോയിഡ് ഷേപ്പിൽ കാണാൻ പറ്റും, ചിലതിൽ ബീറ്റ ഷേപ്പിലായിരിക്കും കാണാൻ പറ്റുന്നതായിരിക്കുക. ആൻഡ് ചില കണ്ടീഷൻസിനകത്ത് 2 ടൈപ്പിൽ ഫോൾഡ് ചെയ്തിട്ടുള്ളവർ, 2 ടൈപ്പിൽ ഇരിക്കുന്നവർ, ലൈക്ക് ആൽഫ ബീറ്റ ആ ഒരു രീതിയിലുള്ളവരെയും നമുക്ക് കാണാനായിട്ട് പറ്റും. പക്ഷെ 2 സെപ്പറേറ്റ് ആയിട്ടാണ്, ആൽഫയും ബീറ്റയും ഉണ്ട്, പക്ഷെ സെപ്പറേറ്റ് ആയിട്ട് കാണും. അത്തരത്തിൽ നമുക്ക് ഈ പ്രോട്ടീൻസിനെ കാണാനായിട്ട് പറ്റുന്നുള്ളത് ഓർക്കുക. ആൻഡ് ഈ ന്യൂക്ലിയർ പോർ കോംപ്ലക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ എൻവലപ്പിന് അങ്ങോട്ടൊക്കെ ഓരോരോ സാധനങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ന്യൂക്ലിയർ പോർ ഹെൽപ്പ് ചെയ്യാം, ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് ഹെൽപ്പ് ചെയ്യാം. നമ്മൾ ഓൾറെഡി എൻവലപ്പ് പറഞ്ഞതാണ്. ആൻഡ് ഈ ട്രാൻസ്പോർട്ടേഷനകത്ത് നമ്മൾ RNA, റൈബോസോം പ്രോട്ടീൻസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പാസ് ചെയ്യിക്കാറുണ്ട്. ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലേക്കോ സൈറ്റോപ്ലാസിൽ നിന്ന് ന്യൂക്ലിയസിലേക്കൊക്കെ ആയിരിക്കും നമ്മൾ ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യാം. അപ്പം അങ്ങനെയാണ് നമ്മൾ ഈ നമ്മളുടെ എൻവലപ്പും പോറൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞത്. ഇനി നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ന്യൂക്ലിയസിൽ ഉണ്ടായിരുന്ന ഒരു സാധനം നമ്മൾക്ക് സൈറ്റോപ്ലാസത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുക. എന്തൊക്കെ സാധനങ്ങളാണ് ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലേക്ക് പോകുകയെന്ന് വെച്ചാൽ RNAയും റൈബോസോമൽ പ്രോട്ടീൻസും. RNAയും റൈബോസോമൽ പ്രോട്ടീൻസും ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലേക്ക് പോകുന്നവരാണ്, തിരിച്ചു പോകത്തില്ല. സൈറ്റോപ്ലാസത്തിൽ നിന്ന് ന്യൂക്ലിയസിലോട്ട് പോകത്തില്ല, ഓൺലി ഫ്രം ന്യൂക്ലിയസ് ടു സൈറ്റോപ്ലാസം. ഇനി ബാക്കിയുള്ള കുറച്ച് സാധനങ്ങൾ ലൈക്ക് സൈറ്റോപ്ലാസിൽ നിന്ന് ന്യൂക്ലിയസിലോട്ട് പോകുന്ന കുറച്ച് സാധനങ്ങൾ ഇസ് ലൈക്ക് പ്രോട്ടീൻസ്, അതുപോലെ തന്നെ നമ്മളുടെ കാർബോഹൈഡ്രേറ്റ്സ്, സിഗ്നലിംഗ് മോളിക്യൂൾസ്, ലിപ്പിഡ്സ്, ഇതൊക്കെ എന്ത് ചെയ്യും? സൈറ്റോപ്ലാസത്തിൽ നിന്ന് ന്യൂക്ലിയസിലോട്ട് പോകുന്നവരാണ്. മനസ്സിലായോ വ്യത്യാസം? ന്യൂക്ലിയസിൽ നിന്ന് സൈറ്റോപ്ലാസത്തിലോട്ട് പോകുന്നത് ആരൊക്കെയാണ്? RNAയും റൈബോസോമൽ പ്രോട്ടീൻസുമാണ്. ഇനി സൈറ്റോപ്ലാസിൽ നിന്ന് ന്യൂക്ലിയസിലോട്ട് പോകുന്നത് ആരൊക്കെയാണ്? പ്രോട്ടീൻസ് ഉണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, സിഗ്നലിംഗ് മോളിക്യൂൾസ് ഉണ്ട്, ലിപ്പിഡ്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഏകദേശം 1000 ട്രാൻസ്ലൊക്കേഷൻസ് ഒരു സെക്കൻഡിൽ ഒരു കോംപ്ലക്സിൽ ചെയ്യാൻ സാധിക്കുന്നവരാണ്. ട്രാൻസ്ലൊക്കേഷൻസ് അറിയാലോ, ഫുഡ് ലൈക്ക് മൂവ്മെൻ്റ് ആണ് അല്ലേ. സോ ബേസിക്കലി ഈ ന്യൂക്ലിയർ പോർ കോംപ്ലക്സിന് ഏകദേശം 1000 ട്രാൻസ്ലൊക്കേഷൻസ് ഒരു കോംപ്ലക്സിൽ ഒരു സെക്കൻഡിൽ ചെയ്യാൻ പറ്റും. ഒരുപാട് കോംപ്ലക്സുകളില്ലേ, ഒരു സെക്കൻഡിൽ തന്നെ ഈ എല്ലാ കോംപ്ലക്സുകളും പ്രവർത്തിച്ചാൽ എന്തോരം ട്രാൻസ്ലൊക്കേഷൻസ് ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിയേ. സോ 1000 ട്രാൻസ്ലൊക്കേഷൻസ് പെർ കോംപ്ലക്സ് പെർ സെക്കൻഡ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെച്ചേക്കാം. പിടികിട്ടിയോ? യെസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കഥകൾ. ഇത്രയുമാണ് നമ്മൾക്ക് ന്യൂക്ലിയസിനെ പറ്റി പഠിക്കാനുള്ളത്. pretty ഈസിയാണ്. ഈ ന്യൂക്ലിയർ പോർ കോംപ്ലക്സ് മാത്രമേ അല്പം ടഫായിട്ടുള്ളതുള്ളൂ. ആൻഡ് ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ തിങ്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് തോന്നുന്നു. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ സോഷ്യൽ മീഡിയ ഐഡീസും മെയിൽ ID ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതിൽ കൂടെ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ. ആൻഡ് മോർ ഓവർ ഇറ്റ് ഈസ് ലൈക്ക് നമ്മൾക്ക് തറോ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ന്യൂക്ലിയസിനെ പറ്റിയിട്ട്. ആൻഡ് ഐ ഹോപ്പ് നമ്മളുടെ PG ടൈമിൽ നമ്മുടെ സെൽ ബയോളജിയിൽ ഇത് കാര്യമായിട്ട് തന്നെ പഠിച്ചിട്ടുണ്ട്. ആൻഡ് അത് തന്നെ ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്തിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, യെസ്. അപ്പോൾ ഇന്ന് ഇങ്ങനെയൊക്കെയാണ് കഥകൾ. ന്യൂക്ലിയസിനെ പറ്റിയിട്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിച്ചു. ന്യൂക്ലിയസിനെ പറ്റിയിട്ട് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുള്ളത് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പോയേക്കുന്നത്. ഇനി മറ്റ് സെൽ ഓർഗനൽസ് ഇത്ര കാര്യമായിട്ട് പഠിക്കേണ്ട, അതിൻ്റെ സ്ട്രക്ചറും ഫംഗ്ഷനും മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ എനിക്ക് തോന്നുന്നു 2-3 സെൽ ഓർഗനൽസ് നമുക്ക് ഒരു ദിവസം തീർക്കാൻ പറ്റുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, യെസ്. അപ്പോൾ ഇങ്ങനെയാണ്. ആൻഡ് ദിസ് ഈസ് അബൌട്ട് ഇറ്റ്.
ദിസ് വാസ് ഫോർ ടുഡേ. അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും വരാം. അതുവരെ ടാറ്റ ബൈ ബൈ. താങ്ക് യു.